ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനോമിസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി 4 മണി പലഹാരത്തിന്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മൾ റവ വെച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു അപ്പം ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് അതിലേക്ക് 1 കപ്പ് തൈര് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നീട് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെയായി വെള്ളം ഉപയോഗിച്ച് ഇളക്കിയെടുക്കുക. വെള്ളം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ലൊരു പേസ്റ്റ് ആവുന്ന രീതിയിൽ നമ്മുടെ മിക്സ് കിട്ടുന്നതിന് വേണ്ടിയാണ്. കുറേശ്ശെയായി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചത്. അതിനുശേഷം അടച്ച് ഒരു 1/2 മണിക്കൂർ വെച്ചേക്കുക. നമ്മുടെ റവയൊന്ന് കുതിർന്നു വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴന്നു വരാനായിട്ട് കുറച്ച് ഉപ്പ് കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായി സോട്ട് ചെയ്തെടുക്കുക. നന്നായി വഴന്നു വരുമ്പോൾ അതിലേക്ക് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും നന്നായി ഇളക്കുക. അതോടൊപ്പം തന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിവിടെ വേറെ പൊടിയൊന്നും ഉപയോഗിക്കുന്നില്ല, മുളക് പൊടി ഉപയോഗിക്കുന്നില്ല. അതിനുശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക. ശേഷം ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് വേവിച്ചുടച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. ചെറുതാണെങ്കിൽ 2 എണ്ണം എടുത്താൽ മതി, വലുതായാൽ 1 ഉരുളക്കിഴങ്ങിന്റെ ആവശ്യമേ ഉള്ളൂ. പിന്നീട് അതിലേക്ക് കുറച്ച് പട്ടാണി വേവിച്ച് ഉടച്ചത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. നന്നായി ഇവയെല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ മിക്സ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇത്രയേ ഉള്ളൂ ഫില്ലിങ്ങിന്റെ പരിപാടി. ഇനി നമുക്ക് മുമ്പേ വെച്ചിരുന്ന നമ്മുടെ റവ മിക്സ് എന്തായി നോക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആക്കണം. നമുക്കൊന്ന് ഒഴിക്കുന്ന പരുവത്തിൽ എത്തണം. കുറച്ചുകൂടി വെള്ളം നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒരു സ്മൂത്ത് കൺസിസ്റ്റൻസിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മുടെ സ്മൂത്ത് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെയുള്ള 3 ചെറിയ ബൗൾ എടുക്കുക. അതിലേക്ക് ഒന്ന് നെയ്യ് കൊണ്ട് തടവി കൊടുക്കുക. 3 ബൗളുകളിലും ഇങ്ങനെ ചെയ്യുക. നെയ്യില്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ നെയ്യ് ചേർക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുന്നത്.
ഇപ്പോൾ ഞാനിവിടെ 3 ചെറിയ ബൗളുകളും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ആദ്യത്തെ പാത്രത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാത്രത്തിന്റെ പകുതി വരെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മുമ്പേ തയ്യാറാക്കി വെച്ചിരുന്ന മിക്സ് ഒരു ബോൾ ആക്കി അതിലേക്ക് വെച്ചു കൊടുക്കുക. പിന്നീട് അതിന്റെ പുറത്ത് കുറച്ചുകൂടി ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിച്ചത് വെജിറ്റബിൾസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോൺ വെജും ഇവിടെ ഫില്ലിങ്ങിനായിട്ട് ഉപയോഗിക്കാം. ചിക്കനോ അങ്ങനെയുള്ള എന്തെങ്കിലും നോൺ വെജ് ഇതുപോലെ വഴറ്റിയെടുത്ത് ഇതുപോലെ ബോളാക്കി ഇതിൽ വെച്ചു കൊടുത്താൽ മതി. കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. ഇതും നല്ല ടേസ്റ്റി തന്നെയാണ്. ഇപ്പോൾ ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ള 2 ബൗളിൽ കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ 3ഉം റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ആവി വേവിച്ചാണ് എടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. ഇനി അതിന് പുറത്തായിട്ട് ഒരു ബൗൾ ഇറക്കി വെച്ചു. ഇനി വലിയ സ്റ്റീമറൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 3ഉം ഒരുമിച്ച് തന്നെ ആവിയിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ചൂടൊന്ന് മാറിയതിന് ശേഷം നമുക്കിത് മാറ്റിയെടുക്കാം. ഞാനിവിടെ 3ഉം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുത്ത് ഇത് തിരിച്ച് മാറ്റി തട്ടിയിടണം. അപ്പോൾ അത് തട്ടിയിടാൻ വളരെ എളുപ്പമാണ്. ഇത് ചൂടാറിയതിനു ശേഷം സൈഡിൽ ഒരു കത്തി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്കിത് കിട്ടുന്നതാണ്. ഇപ്പോൾ നമുക്ക് 3ഉം റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ റവ അപ്പം. ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് പരിപാടിയിലേക്ക് എടുക്കാം. വീണ്ടും പാൻ എടുത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് കുറച്ച് നെയ്യ് കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. നെയ്യ് കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതിലേക്ക് കുറച്ച് കടുക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് നമ്മുടെ അപ്പം ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിട്ട് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് തിരിച്ചിടാവുന്നതാണ്. ഇപ്പോൾ 2ഉം തിരിച്ചിട്ടിട്ടുണ്ട്. ഈ വശം കൂടി ഒന്നുകൂടി ചൂടായതിനു ശേഷം നമുക്കിതൊന്ന് മാറ്റാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. 3ാമത്തതും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. ഇപ്പോൾ നമുക്ക് 3ഉം റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ഉള്ള നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള റവ അപ്പം റെഡി ആയിട്ടുണ്ട്. എളുപ്പമാണ് ഉണ്ടാക്കാൻ. ഒന്ന് ആവിയിൽ വേവിക്കുക, പിന്നീട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് ഒരു വട്ടം ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കും. കുട്ടികൾക്കൊക്കെ ഇത് ഒരുപാട് ഇഷ്ടമാകും. ഇതൊരു പുതിയ സ്നാക്ക് കൂടിയാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ ഉള്ളിൽ ആ ഫില്ലിംഗ് ഒക്കെ ഉണ്ടായതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചായയുടെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഇത് വേണമെങ്കിൽ 4 മണി പലഹാരമായിട്ട് മാത്രമല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കാം. വളരെ എളുപ്പവുമാണ്. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ അറിയാം ആ ഫില്ലിങ് അവിടെ ഇരിക്കുന്നത്. വളരെ ടേസ്റ്റിയാണ്. വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. വളരെ ടേസ്റ്റ് കൂടിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തണേ. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.